മോർണിംഗ്. നിങ്ങളിപ്പോൾ INS സുനൈനയിലാണ് നിൽക്കുന്നത്. സുനൈന നിങ്ങൾക്കറിയാം, ഇന്ത്യൻ ഓഷ്യൻ ഷിപ്പ് സാഗർ എന്നുള്ളൊരു ഡിപ്ലോയ്മെൻറ്റിന് പോകാൻ പോവാണ്. അപ്പോൾ ഈ സാഗർ മിഷൻ, ഇന്ത്യൻ ഓഷ്യൻ ഷിപ്പ് സാഗർ മിഷനിൽ 9 രാജ്യങ്ങളിൽ നിന്ന് 44 പേര് ഈ ഷിപ്പിലുണ്ട്. അപ്പോൾ ഈ മിഷൻ തന്നെ നേവിയുടെ ഒരു ഇനിഷ്യേറ്റീവാണ്. അത് നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലുള്ള മറ്റ് കൺട്രീസുമായിട്ടുള്ള ഒരു കോപ്പറേഷൻ ഇച്ചിരി ഫർദർ ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവാണ്. അപ്പോൾ ആ ഇനിഷ്യേറ്റീവിൽ ഈ 9 രാജ്യങ്ങളിൽ നിന്ന് 44 പേര് ഈ ഷിപ്പിലിപ്പോൾ ഉണ്ട്. അവർ അടുത്ത ആഴ്ച ഈ ഒരു 1 month പ്ലസ് ഡിപ്ലോയ്മെൻറ്റിന് പോകും. അപ്പോൾ ഞങ്ങളുടെ ടീം ഇവിടെ, ഞങ്ങൾ ഫ്ലാഗ് ഓഫീസർ സീ ട്രെയിനിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ടീമാണ്. ഈ ഫ്ലാഗ് ഓഫീസർ സീ ട്രെയിനിങ് ആണ് ഇന്ത്യൻ നേവിയുടെ ഷിപ്സിനെയും സബ്മറീൻസിനെയും കോമ്പാറ്റ് റെഡിയാക്കുന്ന ജോലിയാണ് ഞങ്ങളുടെ. ഞങ്ങൾക്ക് 5 ടീമുണ്ട്. 2 എണ്ണം ബോംബെയിലും 2 എണ്ണം വിശാഖപട്ടണത്തിലും. മെയിൻ ടീം, ഇന്ത്യൻ നേവൽ വർക്കപ്പ് ടീം, ഇവിടെ കൊച്ചിയിലാണ്. അപ്പം ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഷിപ്സിനുള്ള ട്രെയിനിങ് കൊടുത്തത്. അപ്പോൾ ഈ 44 പേര് 9 കൺട്രീസിൽ നിന്ന് വന്നതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് അവരെ നമ്മുടെ രീതിയിലും നമ്മുടെ ഈ പ്രൊസീജിയേഴ്സിലും നമ്മുടെ സിസ്റ്റംസിനൊക്കെ ഒരു എക്സ്പോഷർ കൊടുക്കാൻ വേണ്ടി ഞങ്ങളൊരു സ്പെഷ്യൽ ട്രെയിനിങ് പാക്കേജ് അവർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്പെഷ്യൽ ട്രെയിനിങ് പാക്കേജിൽ ഹാർബർ ട്രെയിനിങ് പാക്കേജും ഉണ്ട്, സീ ട്രെയിനിങ് പാക്കേജും ഉണ്ട്. ഹാർബർ ട്രെയിനിങ്ങിലാണ് ഞങ്ങളുടെ ട്രെയിനിങ് സ്കൂൾസ് ഇവിടെയുണ്ട്. അവർക്ക് തിയററ്റിക്കൽ ട്രെയിനിങ്ങും സിമുലേറ്റർ ബേസ്ഡ് ട്രെയിനിങ്ങും കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ 2-3 ദിവസം. സീ ട്രെയിനിങ്ങിൽ 2 ദിവസത്തെ സീ ട്രെയിനിങ് ഉണ്ട്. ഇന്നലെ ഒരു ദിവസം കഴിഞ്ഞു. ഇന്ന് നിങ്ങളും കൂടി പോകുന്ന 1 ദിവസത്തെ ട്രെയിനിങ് പാക്കേജ് ഉണ്ട്. അതിൽ അവർക്ക് വേണ്ടിയ പരിശീലനം, പല ഷിപ്പിനെ നടത്തേണ്ടിയ പല ഏരിയാസിലുള്ള പരിശീലനം ഞങ്ങളുടെ ടീം കൊടുക്കും അവർക്ക്. ഇപ്പോൾ നാവിഗേഷൻ, തീ പിടിച്ചാൽ എങ്ങനെ അതിനെ ഫൈറ്റ് ചെയ്യണം. അപ്പോൾ ഈ പല കൺട്രീസിൽ നിന്നും വരുന്നവരെയൊക്കെ ഒരു സെയിം ലെവലിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇന്ത്യൻ ക്രൂവിൻ്റെ കൂടെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ട്രെയിനിങ് പ്രോഗ്രാമാണ് ഞങ്ങൾ. So hopefully by the end of this training program, as they sail out for this 1 month plus deployment, they will integrate well with the Indian naval crew, and together they would be able to accomplish this mission. So this whole IOS mission itself, is in alignment with our Honorable Prime Minister's Vision Mahasagar, which he had unveiled in Mauritius. And the aim of this Vision Mahasagar is to integrate with the countries in the Indian Ocean region and cooperate with them to enhance the security of the region as a whole. What you saw was the training on ship's crew on asymmetric warfare.
So when a ship is leaving or entering harbor and also operating in the shallow waters, ship are most vulnerable for the asymmetric threats. Now, asymmetric threats are ever present and are more, dangerous in nature. So we train the ship's crew and the ship's organization towards countermeasures on this asymmetric warfare. So where the organization is set in place, and also each lookout is trained how to identify the threat, and thereafter, as per varied laid down procedures, how to mitigate that threat. Similarly, these training would also be trained, the foreign officers who have come with us would also be trained on these aspects, so that they get amalgamated with the ship's organization and the Indian naval crew, so that both when operating together go hand in hand. 10 ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നതിന് മുന്നേയുള്ള ഒരു മുന്നൊരുക്കമാണ് ഇവിടെ കമാൻഡോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷിപ്പിന്റെ ഡെക്കിലുള്ള മറ്റ് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഷിപ്പിന്റെ ഡെക്കിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്യുക, ഹെലികോപ്റ്ററിനെ ഇറങ്ങുവാനുള്ള സജ്ജീകരണം ഒരുക്കുക എന്നുള്ളതാണ് നടക്കുന്നത്. ഒൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള 44ഓളം കമാൻഡോകളാണ് ഇവിടെ പരിശീലനം പൂർത്തിയാക്കുവാനായിട്ട് ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. ഓരോരുത്തരും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഓരോരുത്തരും അവർ പരിശീലനം പൂർത്തിയാക്കി ഇന്ന് ഒരു ഹെലികോപ്റ്റർ എങ്ങനെയാണ് കപ്പലിൽ ലാൻഡ് ചെയ്യുന്നത്, അതിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി അതിനെ തയ്യാറെടുത്ത് വിവിധ വിഭാഗങ്ങളിലായിട്ടുള്ള ആളുകളാണ്. ഇതിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും എല്ലാവിധത്തിലുള്ള ട്രെയിനിങ്ങുകളുമാണ് ഇവർക്ക് ഒരു മാസക്കാലത്തോളം ഈ ഷിപ്പിൽ ഇവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അവർ ഓരോരുത്തരുമാണ് ഇവിടെ തയ്യാറായി, എല്ലാ ദൗത്യങ്ങളും പൂർത്തിയാക്കുവാൻ തയ്യാറായി ഷിപ്പിൽ അണിനിരന്നിരിക്കുന്നത്. ഷിപ്പിൽ വെച്ച് ഇവിടെ ഒരു ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എന്തെങ്കിലും അപകടങ്ങളുണ്ടെങ്കിൽ അത് നേരിടുവാനായിട്ടുള്ളവരും എല്ലാം ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്.
എക്സസൈസ് ഉണ്ട്. ഈ ഫ്യൂവലിംഗ് നമ്മൾ പാസ് ചെയ്യുമ്പോൾ മെൻ ആൻഡ് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യും, അതിന് വേറെ എക്സസൈസ് ആണ്. ഇത് ജസ്റ്റ് ഒരു ബേസിക് ഷിപ്പ് രണ്ടിൻ്റെ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഡിസ്റ്റൻസ് ലൈൻ പാസ് ചെയ്യുന്നത്. സ്റ്റേഷൻ കീപ്പിംഗ് ബൈ ഡിസ്റ്റൻസ് ലൈൻ, ഇത് ബേസിക് ആയിട്ടുള്ള ജസ്റ്റ്. ഇതൊന്ന് അലൈൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ മെൻ ആൻഡ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഫ്യൂവലിന് വേണ്ടിയിട്ട് വേറെ ബാക്കിയുള്ള നെക്സ്റ്റ് ലെവലിൽ പോകുന്നത്. ഷിപ്പിനെ നമ്മൾ ഒരു ലൈൻ പാസ് ചെയ്താലും ഷിപ്പിൻ്റെ സ്പീഡും പൊസിഷൻ നമുക്ക് ചെയ്യണം, അല്ലെങ്കിൽ കാരണം ഇത്രയും ബ്രേക്കബിൾ ഇത്രയും ടണ്ണേജ് ഉള്ളതല്ലേ. സോ ഇത് ആദ്യം ഷിപ്പിൻ്റെ ഡിസ്റ്റൻസ് അറേഞ്ച് ചെയ്താൽ ബാക്കി ഫ്യൂവൽ ലൈനൊക്കെ പാസ്സായിട്ട് പിന്നെ അടുത്ത് ആദ്യം ഒരു 8 mm റോപ്പ് വരും, പിന്നെ 16 mm വരും, സൈസ് ഡിഫറെൻറ്റ് ആയിട്ട് വരും, ലാസ്റ്റാണ് ഫൈനൽ റോപ്പ് വരും. അതിനാദ്യം ഫ്യൂവലിംഗ് എക്സസൈസ് ഉണ്ടാകും. ഏത് എക്സസൈസ് വന്നാലും ഇത് മാൻഡേറ്ററി ആണ്, മെയിൻറ്റെയിൻ ചെയ്യും. ഇത് ഡിസ്റ്റൻസ് ആണ്, ഇതാണ് മെയിനായിട്ട്. ഇന്ത്യയുമായി സഹകരിച്ച് 9 രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ നാവികരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിശീലന പദ്ധതിയാണ് കൊച്ചിയിലെ സദേൺ നേവൽ കമാൻഡ് വഴിയായി ഒരുക്കിയിരിക്കുന്നത്. പരിശീലനത്തിൻ്റെ ഭാഗമായി INS സുനൈനയിലുള്ള പരിശീലനവും ഒപ്പം തന്നെ INS സുജാതയും ചേർന്നുകൊണ്ടാണ് ഈ പരിശീലനം ഇന്ന് കൊച്ചിയുടെ പുറംകടലിൽ ഒരുക്കിയിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്ക, മൗറീഷ്യസ്, സീഷെൽസ്, മാലിദ്വീപ്, മ്യാൻമർ, ശ്രീലങ്ക, മലേഷ്യ, കെനിയ, ടാൻസാനിയ തുടങ്ങിയ രാജ്യങ്ങളിലെ നാവികരാണ് ഈ പരിശീലന പദ്ധതിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പരിശീലനം ഏറ്റവും മനോഹരമായ രീതിയിൽ 1 മാസക്കാലം നീണ്ടു നിൽക്കുകയാണ്. വിവിധ പരിശീലനങ്ങളാണ് ഇവർക്ക് ഓരോരുത്തർക്കും നൽകിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ ഈ ഹെലികോപ്റ്റർ പോയി ആദ്യം ഒരു സർക്കിൾ ചെയ്തിട്ട് പറയും എല്ലാ ക്രൂസും എസെൻഷ്യൽ ക്രൂസിനെ വിട്ടിട്ട് ബാക്കി എല്ലാവരും ഫ്രണ്ടിലുള്ള പൊസിഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മദർഷിപ്പ് ഉണ്ട്, ഈ ഷിപ്പിൽ നിന്നുള്ള ഇന്ത്യ പോയത് അവർ അത് ഒബ്സർവ് ചെയ്യും. ഒബ്സർവ് ചെയ്തിട്ട് ഒക്കെ ഇത്രയും പേര് ക്രൂ ഉണ്ട്, ഇത്രയും പേരെങ്കിൽ ഇന്ത്യൻ റൂമിലൊക്കെ ഷിപ്പ് ഓടിക്കണം, ആ ഷിപ്പ് ഓടിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ പോയി കഴിഞ്ഞിട്ട് ഇവർക്ക് ഇന്ത്യൻ റൂമിലെ സ്പെഷ്യലിസ്റ്റ് കാണും, ആ ഷിപ്പിൻ്റെ ഡ്രോയിങ് അറിയാവുന്നവർക്കാണ് നേരത്തെ ബ്രീഫിംഗ് കൊടുക്കും. അങ്ങനെ അവർ ഓരോ കമ്പാർട്ട്മെന്റ് നോക്കി പോകും. ഗുഡ് ആഫ്റ്റർനൂൺ എവരി വൺ. എൻ്റെ പേര് അജയ് മാഷിഫിയാരെ. നിങ്ങളിപ്പം കുറച്ച് സമയത്തിനുള്ളിൽ കാണാൻ പോകുന്നത് ഇവിടെ ലൈവ് ഡെമോ ആണ്. എങ്ങനെയാണ് നമ്മൾ ഒരു ഫയർ ഔട്ട് ബ്രേക്ക് ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെ നമ്മളത് ടാക്കിൾ ചെയ്യുന്നു എന്നുള്ളത് ഒരു ലൈവ് ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് നേരത്തിന് ശേഷം കാണാൻ പറ്റും. ഇന്ത്യൻ നേവിയിൽ ആസ് എ പ്ലാറ്റ്ഫോം, സീ ഗോയിങ് പ്ലാറ്റ്ഫോം, പോസിബിലിറ്റി ഓഫ് ഫയർ ആൻഡ് ഫ്ലഡ് ഓംനി പ്രസൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ട്രെയിനിങ് റൂട്ടീനിൽ ഡെയിലി ഒരു ട്രെയിനിങ് ഷെഡ്യൂളിൽ നമ്മളെപ്പോഴും ഫയർ ആണെങ്കിൽ ഫ്ലഡ് ആണെങ്കിലും നമ്മളത് എങ്ങനെ കണ്ടെയ്ൻ ചെയ്യാനുള്ള പ്രാക്ടീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം വേറെ ഒരു ഇറ്റ് ബി അറ്റ് ഹാർബർ ഓർ അറ്റ് സീ നമ്മുടെ ഓർഗനൈസേഷൻ ഓൾറെഡി അലേർട്ടായിരിക്കും. അപ്പം നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് അറ്റ് സീ ഒരു ഫയർ ബ്രേക്ക് ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെ അത് ടാക്കിൾ ചെയ്യുന്നു, എങ്ങനെയാണ് അതിൻ്റെ ഓർഗനൈസേഷൻ.
എങ്ങനെയാണ് അതിൻ്റെ ടാക്കിൾ ചെയ്യുന്ന വർക്ക് ഫ്ലോ, അതാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. My name is Lance Corporal Ibrahim Azim from Maldives National Defense Force. So you are from which country? Maldives. Maldives. So they have been training with the Indian Navy for the last 1 month. Yeah, So how is your experience? it was really good. It was really good. All the instructors and everyone is really good, and have seen some new things. It was So really you got training in what all aspect? sorry. On What all aspect you got the training? Means what kind of it means fire operational training operations? Actually, I am a actually I am a diver, so I prefer more sea trains, like to go out of the sea, not to wait in the harbor. how much it's important to your country also? In our country also it's really important. Most we have like 90% ocean, so yeah, There are it's threats really also. important for us. Threats also like pirates. No, there's no pirates, but sometimes we have to face for this fishing boats and things. From other countries. Yeah, from other What about countries. the experience with Indian Navy? How guys, how do you feel? It's really good. My name is Gulshan Singh Bisunduyal. I am from Mauritius. I have been chosen here by the Commissioner of Police and the Commandant National Coast Guard, which is actually an Indian itself, chosen me for this course here on board ship IOS Sagar. We've been here for the last 8 days and the training is going on well. We've been going to several schools in India and also doing training on board INS Sunaina. We've learned many things from personnel of the Indian Navy. So I would like to thank each and every one of the Indian Navy who have given all 8 or 9 countries the chance to learn something from them, and we can apply same in our country. My name is R.M. Sri Ratnayaka from Sri Lanka. My rank is ERFO and Sri Lankan Navy. That is this ISO Saga course is very useful for our country and the same for our country. But this different is we at work for many countries and many people. That is a very good experience for Sri Lankan Navy. Then I will appreciate this course and I will recommend to this course for join at our country, and this is good for the Sri Lankan Navy. And what about your experience with Indian Navy? The Indian Navy, I got more knowledge about how to participate in BCD exercise, damage control exercise, whatever SKBDL. Other one is how to landing helicopters. That is all. ഡിഫൻസ് പി ആർ ഒ അതുൽ പിള്ളൈ നമ്മളോടൊപ്പം ചേരുകയാണ്. സർ, ഏതെല്ലാം രീതിയിലുള്ള ട്രെയിനിങ് ആണ് നമ്മൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? നമ്മളിപ്പോൾ ട്രെയിനിങ് ഇമ്പാർട്ട് ചെയ്യുന്ന ഒരു 44 സെയിലേഴ്സ് ആൻഡ് ഓഫീസേഴ്സ് ഒരു 9 രാജ്യങ്ങളിൽ നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കൊച്ചിയിൽ. അപ്പം
ഈ IOS സാഗറിൻ്റെ ഇതിൽ ഈ ഓഫീസേഴ്സും ഈ ക്രൂ ഇന്ത്യൻ നേവിയുടെ ക്രൂവിൻ്റെ കൂടെ ഒരു മാസം വരെ സെയിൽ ചെയ്യും. എന്നിട്ട് ഒരു 5 ഡിഫറെൻറ്റ് പോർട്ട്സിൽ അവർ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ IOS സാഗർ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2015 ഒരു വിഷൻ ഉണ്ടായിരുന്നു സാഗർ എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ മോദി അത് പറഞ്ഞു ഒരു സാഗർ എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ. അതിൻ്റെ ഒരു വിഷൻ വെച്ചിട്ട് ഇന്ത്യൻ നേവി കുറേ പാർട്ട്ണർഷിപ്പ് മാരിടൈം പാർട്ട്ണർഷിപ്പോ എക്സസൈസൊക്കെ കുറേ ആക്ടിവിറ്റീസ് ഇതിനു വേണ്ടി നേവി ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു 10 years കഴിഞ്ഞു, ഇപ്പം ഒരു ഡിക്കേഡ് കഴിഞ്ഞു. അപ്പോഴാണ് ഒരു IOS സാഗർ എന്ന് പറഞ്ഞൊരു ഒരു 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 സെയിലിങ്ങും ഒരു 10 years കഴിഞ്ഞതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് അപ്പോൾ ഈ 44 കൺട്രീസിൻ്റെ 44 പേഴ്സണൽസിനെ ആദ്യം നമ്മുടെ നേവിയുടെ ട്രെയിനിങ് ബേസ് ഉണ്ട് കൊച്ചിയിൽ, അവിടെ അവരെ ട്രെയിൻ ചെയ്തു. അപ്പോൾ അവരുടെ ട്രെയിനിങ് കരിക്കുലം ഇതിനു വേണ്ടി ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് അവരെ ഷിപ്പിൽ അടുത്ത ഒരു മാസം അവർ ഈ ഇന്ത്യൻ ക്രൂവിൻ്റെ കൂടി ഷിപ്പ് മാൻ ചെയ്യാൻ പോകും. അപ്പോൾ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇമ്പാർട്ട് ട്രെയിൻ ചെയ്ത് ബിക്കോസ് അവിടെ അവരുടെ കൺട്രിയിലും അവർ ഡിഫൻസ് ഫോഴ്സസിലുണ്ട്. ചെറുതായിട്ടൊരു ബ്രഷപ്പ് ഇവിടുത്തെ സിസ്റ്റം കൂടെ ഒന്ന് അലൈൻ ആവാൻ വേണ്ടിയുള്ള ഒരു ചെയ്ത് നമ്മൾ ഈ 9 രാജ്യങ്ങൾ എങ്ങനെയാണ് അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തത്? ഇത് ജനറലി ഇന്ന് ഇന്ത്യയെ നോക്കുന്ന ഒരു പ്രിഫേർഡ് സെക്യൂരിറ്റി പാർട്ട്ണറായിട്ട് ഈ കുറേ കൺട്രീസ് ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ നോക്കുന്നു. അപ്പം അങ്ങനെയുള്ള കുറേ ആ കൺട്രീസ് വില്ലിങ് ആയിരുന്നു. അവർ പാർട്സ് വന്നു. അപ്പം അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് പിന്നെ അറ്റ് സീൽ ട്രെയിനിങ്ങിൽ കൊണ്ടുപോവുക, ഒരു ഷിപ്പ് ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക. പിന്നെ നേവിയുടെ ഒരു ഫ്ലാഗ് ഓഫീസർ സീ ട്രെയിനിങ് ക്ലാസ് അതോറിറ്റി ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി ഫുൾ ഇന്ത്യൻ നേവിയിൽ അവരുടെ ക്രൂ വന്നിട്ട് അവരെ അറ്റ് സീൽ ഇൻസ്പെക്ട് ചെയ്യുവാൻ ട്രെയിനിങ് ചെയ്യുക. പിന്നെ ഇനി അവർ അടുത്ത ഒരു മാസം അവരായിരിക്കും ഈ ഷിപ്പിനെ മാൻ ചെയ്യുന്നത്. എന്നിട്ട് ഒരു 5 ഡിഫറെൻറ്റ് കൺട്രീസിലും പോർട്ട് ഓഫ് കോൾ ചെയ്തിട്ട് പിന്നെ തിരിച്ച് ഒരു മാസം കഴിയുമ്പോൾ തിരിച്ചു വരിക. ഇവർക്ക് എന്തെല്ലാം പരിശീലനങ്ങളാണ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് കൊടുക്കുന്നത്? ഒരു ഷിപ്പിനെ ഒന്ന് അറ്റ് സീലോട്ട് വേണമെങ്കിൽ പല പരിശീലനമാണ്. അതിൽ മെയിൻലി പറഞ്ഞ നാവിഗേഷൻ, എങ്ങനെ ഷിപ്പിനെ നാവിഗേറ്റ് ചെയ്ത് കൊണ്ടുപോകണം, കമ്മ്യൂണിക്കേഷൻ്റെ ഏതൊക്കെ സിസ്റ്റമുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പിന്നെ സീമാൻഷിപ്പ് എവല്യൂഷൻ ഉണ്ട്. അറ്റ് സീൽ ഒരു വട്ടം പോയി കഴിഞ്ഞാൽ രണ്ട് ഷിപ്പുമായിട്ടുള്ള എന്താ റിപ്ലനിഷ്മെൻറ്റിൻ്റെ ആവശ്യം വരുമായിരിക്കും, ഫ്യൂലിങ്ങിൻ്റെ ആവശ്യം വരുമായിരിക്കും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയുള്ള അവർക്ക് ട്രെയിനിങ് സീമാൻഷിപ്പ് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെക്യൂരിറ്റി എക്സസൈസ്, സെക്യൂരിറ്റി ചിലപ്പോൾ ഒരു അത് നമ്മൾ പറയുന്നത് VBSS എന്ന് പറയും, വിസിറ്റ് ബോട്ട് സെർച്ച് ആൻഡ് സീസർ, അതിന് വേണ്ടിയുള്ള ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഷിപ്പിൽ ഓരോ കമ്പാർട്ട്മെൻറ്റ് വൈസ് ഒരു നാളെ ഒരു എക്സസൈസ്, ഒരു ഫ്ലഡിങ്ങോ ഫയറോ വന്നാൽ അതെങ്ങനെ ചെയ്യണമെന്ന് അതിൻ്റെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഷിപ്പിൽ എന്തൊക്കെ റിക്വയർഡ് ആ ട്രെയിനിങ് എല്ലാം അവർക്ക് കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ നേവി. ഇത് എന്താ നാവികരംഗത്ത് മാത്രമല്ല മറ്റു പല മേഖലയിലും ഇതൊരു പുതിയൊരു മുന്നേറ്റത്തിന് വഴിതെളിക്കില്ലേ? യെസ്, ബിക്കോസ് ഇങ്ങനൊരു കോപ്പറേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ ഓപ്പറേറ്റ് ചെയ്താൽ നമുക്ക് കൂടുതൽ ഫ്യൂച്ചറിൽ കോപ്പറേഷന് വേണ്ടിയുള്ള ഒരു എന്താ പറയുന്ന ഒരു സ്റ്റെപ്പിംഗ് സ്റ്റെപ്പായിട്ട് വരുന്നത്. കടലിലും കരയിലും ആകാശത്തിലുമായി ലോകോത്തര നിലവാരമുള്ള പരിശീലനമാണ് ഇന്ത്യൻ നാവികസേന ഈ 9 രാജ്യങ്ങളിലെ 44 സൈനികർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ചേർത്തുപിടിക്കലിൻ്റെ പുതിയ ഒരു അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇന്ത്യ എന്ന മഹാരാജ്യം മറ്റു രാജ്യങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നാവികരംഗത്ത് മാത്രമല്ല വാണിജ്യരംഗത്തും നയതന്ത്ര രംഗത്തും പുതിയ ഒരു അധ്യായത്തിനും കൂടെ തുടക്കം കുറിക്കുന്നു. ക്യാമറമാൻ സിംലേഷിനൊപ്പം റിഡ്ജൻ റബല്ലോ, മെട്രോ 7 ന്യൂസ്, കൊച്ചി.